ഹലോ എവരിവൺ, ലെറ്റ്സ് വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കടകളിൽ നിന്നും വാങ്ങുന്ന സമോസ ഷീറ്റ് നമുക്കെങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു കപ്പ് മൈദ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു കപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 2 കപ്പ് മൈദ ഞാനിവിടെ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മെഷർമെൻറ്റ് കപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലൊരു പാത്രമോ എടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചെറു ചൂടുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ട് കൈവച്ച് കുഴച്ച് എടുക്കണം. കുറച്ച് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാവുന്നതാണ്. ആവശ്യത്തിന് വെള്ളവും പിന്നെ വല്ലാതെ ഡ്രൈ ആണെങ്കിൽ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതുപോലെ നന്നായിട്ട് ഒരു ബോൾ പരുവത്തിൽ കുഴച്ചെടുക്കണം. കുഴച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ആ ഒരു പാത്രത്തിൽ വെച്ച് ഒന്ന് മൂടി വെക്കണം. ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോഴേക്കും നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ടാവും. അങ്ങനെ ഇതാ അരമണിക്കൂറിലേറെ ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് ഇതുപോലെ കുറച്ച് ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഉരുട്ടി വെക്കണം. ഇതുപോലെ മുഴുവൻ മാവും നമുക്ക് ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കാം. അങ്ങനെ ഇതാ മുഴുവനും ബോൾസ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. അതിനായിട്ട് ഒരല്പം എണ്ണ തടവിയിട്ട് നമുക്കിത് എല്ലാം ഒന്ന് ഒരു പൂരിയുടെ വലുപ്പത്തിൽ പരത്തിയെടുക്കാം കേട്ടോ. അങ്ങനെ മുഴുവൻ പരത്തിയതിന് ശേഷം നമുക്ക് അതിലോട്ട് ഒരിത്തിരി പൊടി വിതറി നമ്മൾ പരത്തിയതിൽ നിന്നും ഒരെണ്ണം എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണയും അതേപോലെ കുറച്ച് പൊടിയും വിതറി അടുത്തത് വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ അതിലും എണ്ണയും പൊടിയും വിതറിയിട്ട് നമുക്ക് അടുത്തത് വെച്ച് കൊടുക്കാം. അങ്ങനെ 3 അല്ലെങ്കിൽ 4ഓളം ലെയർ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് വളരെ കട്ടി കുറച്ചിട്ട് പരത്തിയെടുക്കണം. ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 വശവും 30 സെക്കൻഡ് എന്ന നിലയിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ചുട്ടെടുത്തതിന് ശേഷം അല്പം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് വേണ്ട വിധത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിതാ ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ കമൻറ്റ് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ. Thanks for watching. Like, share, comment your feedback. Bye.